വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. ഇന്ന് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അഥവാ EIA എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് KTU ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ് ഈ സബ്ജക്റ്റ് വരുന്നത്. ഇതൊരു ഓപ്പൺ എലക്റ്റീവ് സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ പല ബ്രാഞ്ചുകൾക്കും ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു ബേസിക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എൻവയോൺമെൻറ്റ് എന്താണ് എന്നുള്ളത്. എൻവയോൺമെൻറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സറൗണ്ടിങ്സും എന്താണ്, എൻവയോൺമെൻ്റ് ആണ്. അതിൽ നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള എയർ, വാട്ടർ, ലാൻഡ്, അതുപോലെ തന്നെ ലിവിങ് തിങ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻസ് ഇതെല്ലാം വരും. ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു റിവർ, അതിൻ്റെ അടുത്തുള്ള മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, അവിടെ ജീവിക്കുന്ന ആളുകൾ, ഇവരെല്ലാം കൂടെ ചേരുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, എൻവയോൺമെൻ്റ് എന്ന് വിളിക്കുന്നു. ഇതാണ് എൻവയോൺമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഈ ഐഡിയ മനസ്സിലാക്കിയാൽ നമുക്ക് EIA പഠിക്കുന്നത് ഈസി ആകും. ഇനി എന്താണ് EIA എന്ന് നമുക്ക് നോക്കാം. EIA എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പ്രൊജക്റ്റ് എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് സ്റ്റഡി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു കമ്പനി അവരുടെ ഫാക്ടറി ഒരു റിവറിൻ്റെ അടുത്ത് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുൻപേ ആ ഫാക്ടറി കാരണം റിവർ പൊല്യൂട്ട് ആകുമോ, അതുപോലെ തന്നെ ആ റിവറിൻ്റെ സൈഡിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഈ ഫാക്ടറി അവിടെ വരുമ്പോൾ അഫക്റ്റ് ആകുമോ എന്നൊക്കെ എക്സ്പേർട്സ് സ്റ്റഡി ചെയ്യും. ഈ സ്റ്റഡി പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ EIA എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡൗട്ട് വരാം, എന്തിനാണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഇത്രയും സ്റ്റഡി ചെയ്യുന്നത്? വൈ ഡു വി നീഡ് EIA എന്നുള്ളതാണ് അവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ. റീസൺ ഭയങ്കര സിമ്പിളാണ്. ഡെവലപ്മെൻറ്റ് നമുക്ക് വേണം, പക്ഷേ അതിൻ്റെ പേരിൽ എൻവയോൺമെൻറ്റ് നശിപ്പിക്കാൻ പാടില്ല. EIA ചെയ്യുന്നത് കൊണ്ട് പൊല്യൂഷൻ റെഡ്യൂസ് ആവും. അതുപോലെ തന്നെ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ലോക്കൽ പീപ്പിളിൻ്റെ ഹെൽത്ത് സേഫ് ആക്കാനും അതേപോലെ ഫ്യൂച്ചർ ജനറേഷന് നല്ലൊരു എൻവയോൺമെൻറ്റ് പ്രിസർവ് ചെയ്യാനും കഴിയും. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വിത്തൗട്ട് EIA ആണെങ്കിൽ ഒരു ഫാക്ടറി റിവറിൻ്റെ അടുത്ത് ബിൽഡ് ചെയ്താൽ റിവർ പൊല്യൂട്ട് ആവാം. അത് ഫിഷിനെ ബാധിക്കും. പിന്നെ ആ വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും പ്രോബ്ലംസ് വരും അല്ലേ. ഇനി വിത്ത് EIA ആണെങ്കിൽ എന്ത് ചേഞ്ച് ആയിരിക്കും വരുന്നത്? പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും, പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് പ്ലാൻ ചെയ്യും. അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് നടക്കുകയും ചെയ്യും, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് സേഫായി നിൽക്കും. മനസ്സിലായോ? അപ്പോൾ EIA എന്താണ്, എന്തിനാണത് വേണ്ടത് എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി EIAയുടെ ഒബ്ജക്റ്റീവ്സും ബെനിഫിറ്റ്സും നമുക്ക് നോക്കാം. EIAയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് എൻവയോൺമെൻറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മനസ്സിലാക്കുക എന്നതാണ്. അതിനുവേണ്ടി പ്രൊജക്റ്റിൻ്റെ ഇമ്പാക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യും. പിന്നെ ആ ഇമ്പാക്ട്സ് കുറയ്ക്കാൻ പറ്റുന്ന മെഷേഴ്സ് സജസ്റ്റ് ചെയ്യും. ഇത് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള നല്ല ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ബെനിഫിറ്റ്സ് നോക്കാം. EIA ചെയ്യുന്നത് കൊണ്ട് പ്രൊജക്റ്റ് കൂടുതൽ എഫക്റ്റീവായി പ്ലാൻ ചെയ്യാൻ പറ്റും. പൊല്യൂഷൻ കുറയ്ക്കാനും നാച്ചുറൽ റിസോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയും. അതുകൊണ്ട് അൺനെസസറി ഡിലേയും എക്സ്ട്രാ കോസ്റ്റും അവിടെ കുറയും. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്താൽ പൊല്യൂട്ടഡ് വാട്ടർ റിവറിൽ എത്തുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് റിവർ ക്ലീനായി നിൽക്കും, എൻവയോൺമെൻറ്റും സേഫ് ആയിരിക്കും. സോ സിമ്പിളായി പറഞ്ഞാൽ EIA ഡെവലപ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നതല്ല, ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ കാണിച്ചിരിക്കുന്ന ഫ്ലോ ചാർട്ടാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ്. ആദ്യം തന്നെ അവിടെ സ്ക്രീനിങ് ഉണ്ട്, അതിനുശേഷം സ്കോപ്പിംഗ്, ഓൾട്ടർനേറ്റീവ്സ്, ബേസ് ലൈൻ സ്റ്റഡി, ഇമ്പാക്റ്റ് പ്രഡിക്ഷൻ, മിറ്റിഗേഷൻ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ, EIS, റിവ്യൂ, ഡിസിഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഫൈനലി ഓഡിറ്റിംഗ്. ഇത്രയാണ് ആ പ്രോസസ്സ് വരുന്നത്. ഇപ്പോൾ ഈ സ്റ്റെപ്പുകളുടെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകുന്നില്ല, ഒരു ഓവർവ്യൂ മാത്രമാണിത്.
അതുകൊണ്ട് നെയിംസും ഓർഡറും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്ലൈഡ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത വീഡിയോ മുതൽ ഓരോ സ്റ്റെപ്പും റിയൽ ലൈഫ് എക്സാമ്പിൾസ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. സോ ഇപ്പോൾ ഇതൊരു റോഡ് മാപ്പ് പോലെ കണ്ടാൽ മതി. ഈ പ്രോസസ്സ് ഫോളോ ചെയ്താണ് ഒരു EIA കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുകൂടെ അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ EIA എങ്ങനെയാണ് ഗ്ലോബലി സ്റ്റാർട്ടായതെന്ന് നമുക്ക് നോക്കാം. EIA ആദ്യം 1969 USA ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് കാരണം NEPA, അതായത് നാഷണൽ എൻവയോൺമെൻറ്റൽ പോളിസി ആക്ട് എന്ന ലോ ആണ്. പിന്നെ 1970s കാനഡയും ഓസ്ട്രേലിയയും EIA അഡോപ്റ്റ് ചെയ്തു. അതിനുശേഷം പല കൺട്രീസും EIAയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഹൈവേസ്, ഡാംസ്, ഇൻഡസ്ട്രീസ് ഇതുപോലുള്ള മേജർ പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും EIA ഫോളോ ചെയ്യുന്നു. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ USA നിന്ന് തുടങ്ങിയ EIA ഇന്ന് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പ്രോസസ്സായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ EIAയുടെ ഇവല്യൂഷൻ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ 1978 EIA ആദ്യമായിട്ട് റിവർ വാലി പ്രൊജക്ട്സിന് വേണ്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം 1986 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. ഈ ആക്ട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ 1994 ഇന്ത്യയുടെ ഫസ്റ്റ് EIA നോട്ടിഫിക്കേഷൻ വന്നു. ഇതുകൊണ്ട് പല പ്രൊജക്ട്സിനും EIA കമ്പൽസറി ആയി. ശേഷം 2006 EIA നോട്ടിഫിക്കേഷൻ റിവൈസ് ചെയ്തു. ഇപ്പോൾ ഫോളോ ചെയ്യുന്ന റൂൾസിൻ്റെ ബേസ് ഈ 2006 നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ EIA എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വന്നതല്ല, വർഷങ്ങൾ കഴിഞ്ഞ് ഇംപ്രൂവ് ചെയ്താണ് ഇന്നത്തെ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്.